വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നത്, സൺഡേ ഈവനിങ് വ്ളോഗ്. അപ്പോൾ കുറേ ദിവസം ഈ സാരി ഉടുത്തിട്ട് ഒരു സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നാണ്. അപ്പാർട്ട്മെന്റിന്റെ സൈഡ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. കാരണം കാണിക്കാതെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഏട്ടാ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ദൂരേട്ടാ, ഞാൻ പറയട്ടെ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എന്തായാലും സാരിയിൽ വന്നതല്ല, അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇനി എന്താ സാരി ഈ മനുഷ്യൻ പൊളിച്ചു തരും എനിക്ക്. Hi guys, hi Minu. Hi guys, how's my hair? The hair kanikku sunlight. The hair kanikku. Nindu vadi. Adi nalla view adikku. Clock like it. Achanam endha discussion aanu kaanicharam. Hi. Hi guys. ഞങ്ങൾ ഇങ്ങനെ എന്നിട്ടാ പോകണ്ടെന്ന് വലിയ കാര്യത്തിൽ റെഡി ആയിട്ട് ഇറങ്ങി. അമ്പലത്തിലോട്ടാണ് ആദ്യം പോകണമെന്ന് വിചാരിച്ചത്. പക്ഷേ സമയം 5:30 ആയാ. മിന്നു ഞാൻ വാച്ച് എടുത്തില്ല. 5:20 ആയിട്ടേ ഉള്ളൂ. അമ്പലത്തിലൊന്നും തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അമ്പലത്തിൽ പോയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ ലേറ്റ് ആവും. കേട്ടാ Paris. महादेवाय धीमहि तन्नो रुद्र प्रचोदयात्. നല്ല വെയിലാണ്, ഫേസ് നല്ല മഴയില്ലാതെ. നമ്മൾ ഈ നല്ല വെയിലത്ത് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ബീച്ചിലോട്ടാണ് കേട്ടാ. മഴയൊന്നുമില്ല നമുക്കിവിടെ. പാട്ട് കുറയ്ക്ക് കോപ്പിറൈറ്റ് വരും. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കൊണ്ട് മതിയായിട്ടിരിക്കുന്നു ഞാനിവിടെ. ഇവളുടെ ശരി വെയിലടിക്കുമ്പോൾ ഫേസ് നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇവിടെ സൂര്യൻ പോയോ? ആ വരുന്നുണ്ട്. എടി പാട്ട് കുറയ്ക്കൂ കുട്ടി. എന്തേ ഒരു ചായ കുടിക്കണല്ലേ ഇനി നമുക്ക്? ക്ലേ കപ്പിൽ ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു. എവിടെയാണ്? നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവർക്കും സൺഡേ ആയിട്ട് വിശേഷങ്ങൾ? ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അല്ലേ. നമ്മൾ 2 ദിവസം സാറ്റർഡേ സൺഡേ ചുമ്മാ വീട്ടിലിരിപ്പായിരുന്നു അല്ലേ. ഇന്നാണ് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. അല്ല, ഇന്നലെയും ഇന്നും 2 ദിവസം ലീവാണല്ലോ ഏട്ടന്. പക്ഷെ ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളുണ്ടായിരുന്നില്ല. ഇന്നും പ്രത്യേകിച്ച് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തെ ഈ ചൂട് കാണുമ്പോൾ പുറത്തിറങ്ങാൻ തോന്നില്ല. അതോ ഇന്ന് തന്നെ ഇപ്പോൾ വൈകുന്നേരമാണ് ഇറങ്ങിയത് തന്നെ. നല്ല ചൂട് കാരണം ഒരു സുഖം ഉണ്ടാവില്ല പുറത്തിറങ്ങിയത്. അതെ. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെയിൽ കൊണ്ടാൽ തന്നെ അപ്പം തലവേദന വരും. മൈഗ്രെയിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പം തലവേദന വരും കേട്ടോ. അതുകൊണ്ട് പേടിച്ചിട്ട് കഴിയുന്നു. പിന്നെയും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നല്ലാതെ അറിയാം തലവേദന വരുന്ന അറിയാം. അപ്പോൾ ഇന്ന് തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പോൾ കഴിയുന്നതും പുറത്തിറങ്ങാൻ നോക്കുന്നില്ല. എങ്ങനെയുണ്ട് കുപ്പിവെള്ളം? സാരിക്ക് മാച്ചാണ് കേട്ടോ. യെല്ലോയും ബ്രൗൺ ബ്ലൗസും. പിന്നെ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു കേട്ടോ എനിക്ക് ഇൻബോക്സിൽ. എന്താണ് ഇത് ടാറ്റു എന്താന്ന് പറഞ്ഞിട്ട്. ബുദ്ധിയാണ് കേട്ടോ അത്.
അതായത് ഒരു സൈഡ് മാത്രമായിട്ട് ഫുള്ള് ഇല്ലാതെ ഔട്ട്ലൈൻ മാത്രം കൊടുത്തിരിക്കുകയാണ്. ഇത് ബട്ടർഫ്ലൈ കാണുമ്പോൾ അറിയുന്നില്ലേ? ബീച്ചിലേക്ക് പോണ വഴിയാണ് കേട്ടോ. നല്ല സ്ഥലമാണ്. ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ സ്ഥലമാണേ. ഈ ഭാഗത്ത് വിജയിന്റെ വീട് എന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് നേരെ അറിയില്ല. ഈ സൈഡ് വരുമ്പോ ഏട്ട എപ്പോഴും പറയാറുണ്ട് കേട്ടോ. നീലാങ്കര ECR നീലാങ്കര ഒരു മിനിറ്റ് ECR നീലാങ്കര ആ ഒരു ഭാഗത്താണ് വിജയിന്റെ വീട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ ഒരു വീട് എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയില്ല, ഈ ഭാഗത്തായിരിക്കും. എത്തിട്ടോ. പക്ഷെ കാർ നമുക്ക് പാർക്ക് ചെയ്യണം. ഗൈസ് അമ്മ കണ്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കണം. ഫോട്ടോസ് എടുത്താലാതി. യാ ഇവിടെ നല്ല എസ്തറ്റിക് ഹൗസസ് ആണ് ഗൈസ്. ഈ സൈഡാ പോണ്ടത്. ആ സൈഡാണ്. ഇതെന്താ റൊമാൻസോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ ചുമ്മാ കൈ പിടിച്ച് നടന്നേ ഉള്ളൂ. നേരെ കാണുന്നതാണല്ലോ ബീച്ച്. അപ്പം ചുമ്മാ ഒന്ന് നടന്നു. ബീച്ച് എത്തി ഗൈസ്. ആ സൈഡ് നിറയെ കടകളുണ്ടല്ലോ. അതെന്താ അറിയോ, പിള്ളേർക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കടകളില്ല. ആ സൈഡ് നിറയെ കടകളുണ്ട്. അയ്യോ ഈ ചെരുപ്പിട്ട് എനിക്ക് മണ്ണിലൂടെ നടക്കാൻ പറ്റുന്നില്ല. വഴിയിലൂടെ വന്നിട്ട് അതെ ഗൈസ് നോക്കൂ, എന്താന്ന് വെച്ചാല് ബീച്ചിൽ അപ്പുറത്ത് നല്ല വഴി ഉണ്ടാകുമ്പോൾ ഇത്രയും വൃത്തിയില്ലാത്ത വഴിയിലൂടെ തന്നെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കല്ല, ഈ ഞങ്ങൾക്ക് തന്നെ. നോ ബേബി. യാ ബീച്ച് കാണാത്ത പോലെയാണല്ലോ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ കാണുന്നവർ. അങ്ങനെയല്ല കേട്ടോ, ബീച്ച് എന്ന് പറയുമ്പോൾ നല്ല വൈബല്ലേ. പിന്നെ അവിടുത്തെ തണുത്ത കാറ്റും പ്രത്യേക സുഖം തന്നെയല്ലേ. എനിക്ക് പിന്നെ എത്രയൊക്കെ ബീച്ചിൽ പോയാലും മടുപ്പാവില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പോകുന്നത്. Yeah. ഞാൻ കുറച്ച് പ്രകൃതി ആസ്വദിക്കട്ടെ വരേട്ടാ, എന്നിട്ട് പോരെ. ഇവർക്ക് അവിടെ പോയിട്ട് സ്നാക്സ് കഴിക്കാൻ വേണ്ടിട്ടാണ്. പതുക്കെ പോയാ പോരെ. നിക്ക് സുരേട്ടാ, വെറുതെ ഏട്ടൻ വിളിച്ചുകൊണ്ടേ ഇരിക്കണം അങ്ങോട്ട് പോവാനായിട്ട്. എന്ത് കുഞ്ഞു നോക്കാതെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടാ. സാറ്റർഡേ സൺഡേ ആയാലും ചെന്നൈയിൽ എന്താണ് അല്ലേ, ഇത് തന്നെ അവസ്ഥ അല്ലേ. തിയേറ്ററിലാണെങ്കിലും ഫുള്ള് എല്ലാ. ആ പിള്ളേര് കാണിക്കുന്നുണ്ടാ വെള്ളം കാണുമ്പോഴേക്കും ചാടി മറിഞ്ഞിട്ടേ. ദേ ഈ റിങ് നമ്മള് ഓരോന്നോരോന്നിട്ടേ നമുക്ക് ഗിഫ്റ്റ് കിട്ടുട്ടോ. ഏട്ടൻ പറയരുത്, നീ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. 10 റിങ് 50. എടി കുറച്ച് വിട്ടു നിൽക്കണിയാ, ഇടുന്ന ശരിയാവോ നോക്കെ. അയ്യോ നീട് ആദ്യം ഇട്. ഒന്ന് ഒരു മിനിറ്റ്.
എന്താ അതാ ഒന്ന് കിട്ടിയിട്ടാ കാണിക്കേ കാണണ്ട കിട്ടിയത് ഇതാ ഒന്നെടുത്ത് ഇതേതാട്ടോ നമുക്ക് കിട്ടിയത് പഴം. എന്തെങ്കിലും കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ഇതിൽ നമുക്ക് ചന്ദനത്തിരി കുത്തി വയ്ക്കാം കേട്ടോ. ഇതേ ഹോളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെയൊക്കെ ഞങ്ങളങ്ങനെ കുറേ നടന്നു കേട്ടോ. ഇരുട്ടാവാതെ നല്ല രസം ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് അതിൻ്റേതായ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സൈഡ് കുറേ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളത് നോക്കി നടക്കുകയാണ്. നടന്ന് അങ്ങനെ മീനിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അവിടെ പല ഭാഗങ്ങളിലായിട്ട് തോണിയിൽ മീൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ വലിയ മീനൊക്കെയാണ്. മറ്റേ ഏതൊക്കെയോ മീനുകളുണ്ട്. ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എനിക്കാണ് ചില മത്തി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ മത്തി അയില ആ വകയൊന്നും കിട്ടിയതുമില്ല. പിന്നെ കുട്ടികൾ മീൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ശരി, പിന്നെ അങ്ങോട്ടും ഉണ്ട് കുറേ തോണിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഭാഗത്തേക്കൊന്നും പോയതുമില്ല. ഇനി നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ മാത്രം പോരല്ലോ അല്ലേ, കുറച്ച് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഇവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇടയ്ക്ക് വെച്ച് മൈക്ക് കട്ടായത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ മ്യൂസിക് ഇട്ട് നിറച്ചതാണ്. ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് കേട്ടതുമില്ല. ഇതേ അങ്ങനെ ചായ കുടിക്കാൻ വന്നേ. അങ്ങനെ ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ചൂട്. പിന്നെ അത് മൊത്തക്ക് ഊതി കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ സ്പ്രിങ് പൊട്ടറ്റോ കൊണ്ടുവന്നു. മൊത്തത്തിൽ അതും ചൂട് ചൂടോടെ ചൂടായിരുന്നേ. ആ ചൂട് കണ്ടിട്ട് പിള്ളേരിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആദ്യം തുടങ്ങി വയ്ക്കാം. അങ്ങനെ ഊതി ഞാൻ കഴിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് പിള്ളേർക്ക് കൊടുത്തത്. പിന്നെ മയോണൈസൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം കഴിച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തത് തന്നെ. മിന്നിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. പാവം ആദ്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ കൊടുത്തില്ല എന്നല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ കൈമാറി. എന്നിട്ട് പിന്നെ ആദ്യം കഴിച്ചു. അങ്ങനെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു. അപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടോ. നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടില്ലേ സാരിയൊക്കെ പറക്കുന്നത്, നല്ല സുഖമായിരുന്നു. അങ്ങനെ തിരിച്ച് നടന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്കും വീണ്ടും കഴിക്കാൻ കയറി കേട്ടോ. ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ചോളം കൂടെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. ഈ മൈക്ക് കട്ടായത് അറിയാണ്ട് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, കണ്ടില്ലേ. കാര്യമായിട്ട് ഏട്ടനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് കിട്ടിയതുമില്ല. ഫുൾ കട്ടായി പോയി കേട്ടോ. കുത്തിയിരുന്ന് വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. മസാലപ്പൂരി കേട്ടോ. ഒന്നുമില്ല, വെജിറ്റബിൾസ് നല്ല എരിവുണ്ട്. പക്ഷേ ആകാശത്തോട്ട് നോക്കൂ, ഇടിമിന്നൽ കാണുന്നില്ലേ? കട്ടി. ഇന്ന് മഴയ്ക്കുള്ള ചെറിയ ലക്ഷണമുണ്ട്. ചിലപ്പോൾ മഴ വരും. പക്ഷെ ഇങ്ങനെ നടക്കാൻ നല്ല കാറ്റും. വൈകുന്നേരം ഒരു മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ബീച്ചിലേക്ക് വരാൻ പറ്റില്ല വിചാരിച്ചു. പക്ഷെ അത് പെട്ടെന്നൊന്നുമില്ല. എന്താ മീനിൻ്റെ മണം, ഒരു മീൻ സ്മെല്ല്. പൂരിയല്ല, പൊരി. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. നമുക്ക് പതുക്കെ നീങ്ങാം. ഇരുട്ടാണ് നല്ല രസം. രസമാണ്, നല്ല കാറ്റ്. ഇവിടെ രണ്ടുപേർ തമ്മിൽ ഒരേ അടിപിടിയാണത്. കടലിൻ്റെ നല്ല തിരയുടെ സൗണ്ടില്ല. അപ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കണം. ഞാൻ ആ കാറ്റ് കൊണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് ചാരി കിടന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സൺഡേ വ്ളോഗ്. വളരെ ചെറിയ വ്ളോഗായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ നമ്മുടെ ബീച്ച് വൈബ്സ്? നൈസ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു.
അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലോട്ടാണ്. ഇരുട്ടായില്ലേ, സമയം 7:30 കഴിഞ്ഞു. ആപ്പം മാവുണ്ട്, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ. പുറത്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചില്ലേ, അപ്പോൾ വിശപ്പൊന്നുമില്ല. കാറ് കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ വക ഇരുട്ടത്ത് കുറച്ച് കാട്ടിക്കൂട്ടല്ലേ, കുറച്ച് സ്ലോ മോഷനൊക്കെ എടുത്തിട്ട് ആവശ്യം വരുമ്പോൾ പോസ്റ്റ് ഇടാലോ. എന്തായാലും ആവശ്യം വരും റീൽസും ഷോർട്സിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു, ബൈ. ചെന്നൈ ഈസിയ റോഡാണ് കേട്ടോ അത്. നല്ല രസമാണ് നമ്മൾ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യാൻ. ലോങ് ഡ്രൈവൊക്കെ പോകാൻ സൂപ്പറാണ് ഈ ഈസിയർ.